ആം ആദ്മി പാർട്ടി, AAP പോലെ CJP, കോക്രോച്ച് ജനതാ പാർട്ടി രാഷ്ട്രീയ പാർട്ടിയായി മാറുമോ എന്നുള്ളതാണ് രാജ്യം ഇന്ന് ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ രാജ്യത്തിലെ രാഷ്ട്രീയ ചിന്ത. ഭരണസിരാ കേന്ദ്രമാണ് ഡൽഹി. രാജ്യത്തിൻ്റെ ഭരണസിരാ കേന്ദ്രമാണ് ഡൽഹി, തലസ്ഥാനമാണ്. ചരിത്രത്തിൻ്റെ സമാനതകളില്ലാത്ത സമരമാണ് കഴിഞ്ഞ ഒരു മാസത്തോളമായി അവിടെ നടന്നതും. അത് ശക്തി പ്രാപിച്ച് അവസാനം ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയിലേക്കാണ് പോയത്. BJP ഗവൺമെൻറ് നരേന്ദ്രമോദിയെയും ഇരട്ടച്ചങ്കനായിട്ടുള്ള അമിത്ഷായെയും മുട്ടുകുത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ സാമൂഹ്യ കൂട്ടായ്മയിൽ സംഘടിപ്പിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭം 2011 നടന്ന ഇന്ത്യ എഗൈൻസ്റ്റ് കറപ്ഷൻ, അതായത് അഴിമതിക്കെതിരെ ഇന്ത്യ എന്ന രീതിയിൽ നടന്ന ജനകീയ പ്രക്ഷോഭത്തിൻ്റെ ഓർമ്മകളെയാണ് വീണ്ടും രാജ്യത്ത് തിരിച്ചു കൊണ്ടുവരുന്നത്. രണ്ട് പ്രക്ഷോഭങ്ങളിലും, അതായത് നേരത്തെ ആൻറ്റി കറപ്ഷൻ, അതായത് ഇന്ത്യക്കെതിരെയുള്ള കറപ്ഷൻ എഗൈൻസ്റ്റ് ഇന്ത്യ എന്നുള്ള, അല്ലെങ്കിൽ ഇന്ത്യ എഗൈൻസ്റ്റ് കറപ്ഷൻ എന്നുള്ള ഒരു വലിയ മൂവ്മെൻറ്റ് നേരത്തെ നടന്നു. അതിലും പങ്കെടുത്തത് കൂടുതലും യുവാക്കളായിരുന്നു. അതിൽ കുറച്ച് യുവത്വം കഴിഞ്ഞ ഒരു മധ്യവയസ്കുള്ള ആം ആദ്മിയുടെ അരവിന്ദ് കെജ്രിവാളിന് മുഖ്യമന്ത്രിയും ആകാൻ പറ്റി. സമാനമായ സമരമാണ് അവിടെ നടക്കുന്നത്. ഈ സമരത്തിൻ്റെയും ചാലകശക്തി, രണ്ട് സമരത്തിൻ്റെയും ചാലകശക്തി യുവാക്കളായിരുന്നു. പക്ഷേ അതിനൊരു സീനിയർ നേതൃത്വം ഉണ്ടായിരുന്നു. ഇവിടെ യുവാവ് തന്നെയാണ് നേതൃത്വം. സ്വന്തം ഭാവിയും അതുപോലെ തന്നെ സുരക്ഷയുമൊക്കെ തുലാസിലാകുന്ന ഭരണ സംവിധാനത്തിനെതിരായി സാധാരണക്കാർ മുന്നോട്ട് വരുന്ന അനുഭവമാണ് രണ്ടിലും കണ്ടത്. സാധാരണ രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറം വളരെ സാധാരണ ജനങ്ങൾ ചെറിയൊരു കൂട്ടായ്മയിലൂടെ വന്ന് അത് വളരുന്നതാണ് കണ്ടത്. 2011 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ് സമരം രാജ്യമെമ്പാടും വ്യാപിക്കാൻ കഴിഞ്ഞത്. 2011 ഇത് തന്നെയായിരുന്നു സംഭവിച്ചത്. AAP വരുന്നതിന് മുമ്പ് ആ വിഷയങ്ങളെ രാജ്യം മുഴുവൻ കൊണ്ടുപോയത് ഇൻസ്റ്റഗ്രാമും സോഷ്യൽ മീഡിയയും ഒക്കെ തന്നെയാണ്. CJP പ്രക്ഷോഭത്തിലും ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, എക്സ് എന്നീ തുടങ്ങിയവയിലൂടെയാണ് വിദ്യാർത്ഥികൾ അതിവേഗം ഏകോപിപ്പിക്കപ്പെട്ടതും വിവരങ്ങൾ പങ്കുവച്ചതും. പൊതുഭരണ രംഗത്തെ അഴിമതി തടയുന്നതിനായി ശക്തവും സ്വതന്ത്രവുമായ അന്വേഷണ സംവിധാനം ഉറപ്പു നൽകുന്ന ജൻ ലോക്പാൽ ബിൽ നടപ്പിലാക്കണമെന്നതായിരുന്നു 2011 ജനകീയ പ്രക്ഷോഭത്തിൻ്റെ കാതൽ. അണ്ണാ ഹസാരെയായിരുന്നു അന്നതിൻ്റെ ആള്. ഇന്ത്യ എഗൈൻസ്റ്റ് കറപ്ഷൻ, IAC അഥവാ അണ്ണാ ഹസാരെ നേതൃത്വത്തിൽ നടന്ന അഴിമതി വിരുദ്ധ സമരം രാജ്യവ്യാപകമായ അഴിമതി വിരുദ്ധ മുന്നേറ്റമായി മാറി. ഇന്ത്യ എഗൈൻസ്റ്റ് കറപ്ഷൻ അതായിരുന്നു അന്നത്തെ സ്ലോഗൻ. 2010 അവസാന പകുതി, അതായത് 2018 ഇതുപോലെ ഒരു ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് അരവിന്ദ് കെജ്രിവാളും പ്രശാന്ത് ഭൂഷണും കിരൺ ബേദിയും മനീഷ് സിസോദിയയും തുടങ്ങിയ സിവിൽ സൊസൈറ്റി പ്രവർത്തകരായിട്ടുള്ള, സർക്കാരിലൊക്കെ ഇരിക്കുന്ന അല്ലെങ്കിൽ വക്കീലായിട്ടൊക്കെ ഇരിക്കുന്ന സിവിൽ സൊസൈറ്റി ആളുകൾ കേന്ദ്ര സർക്കാരിൻ്റെ അഴിമതിക്കെതിരെയും ജൻ ലോക്പാൽ ബില്ലിനു വേണ്ടിയും ശക്തമായി രംഗത്ത് വരികയും ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന ജനകീയ കൂട്ടായ്മയ്ക്ക് രൂപം നൽകുകയും ചെയ്തത്. ഈ പോരാട്ടത്തിന് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു. തികച്ച അരാഷ്ട്രീയമായി തുടങ്ങിയ ഒരു മുഖം ആയിരുന്നു അത്. പക്ഷേ 90കൾ മുതൽ മഹാരാഷ്ട്രയിൽ അഴിമതി വിരുദ്ധ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ അണ്ണാ ഹസാരെ ഇതിൻ്റെ മുൻനിരയിൽ വന്നതോടുകൂടി ഇതിന് വലിയ ശക്തമായ ഇത് കിട്ടി. ഈ 2010 അവസാനത്തോടെ AIC കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ സജീവമായെങ്കിലും 2011 ഏപ്രിൽ 5 ഡൽഹിയിലെ ജന്തർ മന്ദറിൽ അണ്ണാ ഹസാരെ ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാര സമരത്തോടെയാണ് ഇതൊരു വലിയ ദേശീയ മുന്നേറ്റമായി ആം ആദ്മി പാർട്ടിയുടെ ഉദയത്തിനുമൊക്കെ കാരണമായത്. അത് വളരെ വലിയ, ഡൽഹിയിലെ രാംലീല മൈതാനത്തിൽ അദ്ദേഹം നടത്തിയ, അതായത് അണ്ണാ ഹസാരെ നടത്തിയ വളരെ വലിയ സമരമാണ് രാജ്യത്തിന് പിടിച്ചുകുലുക്കിയത്. അതിൽ അരവിന്ദ് കെജ്രിവാൾ മുഖ്യസ്ഥാനത്തുണ്ടായിരുന്നു. മനീഷ് സിസോദിയ, കിരൺ ബേദി, പ്രശാന്ത് ഭൂഷൺ തുടങ്ങിയവർ അണ്ണാ ഹസാരെയോടൊപ്പം ഈ പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നു. സമരത്തിന് മുന്നിൽ നിന്ന് പിന്നീട് ലോക്പാൽ നിയമം കൊണ്ടുവരുമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഉറപ്പ് നൽകേണ്ടി വന്നു. അന്നും സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വന്നു. അഴിമതി വിരുദ്ധ സംവിധാനത്തിൻ്റെ ഭാഗമായി 2010 ഡിസംബറിൽ പാർലമെൻറ്റ് ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് പാസ്സാക്കുകയും ചെയ്തു. അന്നും ജനകീയ പ്രക്ഷോഭത്തിന് മുന്നിൽ സർക്കാർ കീഴടങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ അന്നത്തെ സമരം വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നൊന്നും ഇപ്പോൾ പറയുന്നത് ശരിയാവില്ല. അതുണ്ടാക്കിയ ഒരു ഉണർവിൽ നിന്നാണ് 2014 കേന്ദ്രത്തിൽ വലിയൊരു ഭരണമാറ്റത്തിന് വഴിമരുന്നാനും ജനവികാരം കാരണമായി. അതുമാത്രമല്ല, പ്രക്ഷോഭത്തിൻ്റെ ആശയത്തിൽ നിന്ന് ആം ആദ്മി പാർട്ടി എന്നൊരു പുതിയ പാർട്ടിയും ഇന്ത്യയിൽ രൂപപ്പെടുകയും അണ്ണാ ഹസാരെയും സംഘവും ആവശ്യപ്പെട്ട അത്രയും ശക്തവും സ്വതന്ത്രമായ ജൻ ലോക്പാൽ ബില്ലല്ല പാർലമെൻറ്റ് പാസ്സാക്കിയത്. എങ്കിലും രാജ്യത്തിൻ്റെ
സാധാരണ വീര്യം കുറഞ്ഞ ഒരു ബില്ലാണ്. സർക്കാരിന് ഒരുപാട് നിയന്ത്രണങ്ങളുള്ള വീര്യം കുറഞ്ഞ ബില്ലാണ് പാസ്സാക്കി. 13-ൽ നിയമം വന്നെങ്കിലും ആദ്യ ലോക്പാലിനെ നിയമിക്കാൻ 2019 വരെ വർഷമെടുത്തു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനിടയിലാണ് അണ്ണാ ഹസാരെയുടെയും കൂടി അനുഗ്രഹാശിസോടു കൂടി പിന്നെ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള മറ്റംഗങ്ങൾ ആം ആദ്മി പാർട്ടി തുടങ്ങിയത്. അതേസമയം കിരൺ ബേദി ഗവർണറായി പോവുകയും ചെയ്തു, BJPയുടെ ഗവർണറായി പോവുകയും ചെയ്തു. പിന്നെ പാറ്റകളുടെ ഉത്ഭവം എന്ന് പറയുന്നത് തൊഴിലൊന്നും ലഭിക്കാത്ത ഒരു മേഖലയിലും കൃത്യമായ സ്ഥാനമില്ലാത്ത ചില യുവാക്കൾ പാറ്റകളെ പോലെയാണ് ജോലിയില്ലാത്ത ഇത്തരക്കാർ മാധ്യമപ്രവർത്തകരും സോഷ്യൽ ആക്ടിവിസ്റ്റുകളും RTI ആക്ടിവിസ്റ്റുകളുമൊക്കെയായി കാലം കഴിച്ചുകൊണ്ട് സിസ്റ്റത്തെ സംവിധാനത്തെയും ആക്രമിക്കാൻ ഒരുങ്ങുന്നു. ഇത്തരക്കാർ സമൂഹത്തിലെ പരാന്നഭോജികളാണ്, പാരസൈറ്റുകളാണെന്നുള്ള സൂര്യകാന്തിൻ്റെ ഒരു മെസ്സേജാണ് വളരെ വലിയ വിഷയമായത്. ഈ പരാമർശം ഏറ്റെടുത്തുകൊണ്ട് ചെറുപ്പക്കാർ മുന്നോട്ട് വരുന്നു. പാറ്റ എന്ന കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു പാർട്ടി എന്ന പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നു. അങ്ങനെ വളരെ വലിയ രീതിയിലാണത് മുന്നോട്ട് പോയത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും രാജ്യം ചോദിക്കുന്നൊരു ചോദ്യം, ഈ CJP കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഒരു പാർട്ടിയാകുമോ, ഒരു രാഷ്ട്രീയ പാർട്ടി ആകുമോ? അത് AAP പോലെ രാജ്യത്തെ ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുള്ള ഒരു പാർട്ടിയാകുമോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഈ ജൂൺ 28-ന് സോനം വാങ്ചുവും കൂടി വിദ്യാർത്ഥികളുടെ അടുത്ത് വന്നപ്പോഴാണ് ഈ സമരത്തിന് പുതിയ രൂപമുണ്ടായത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ സ്വഭാവം തന്നെ മാറി. എന്തായാലും 150-ലധികം ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥിനികൾക്കും 118ഓളം വരുന്ന പോലീസുകാർക്കും വലിയ സമരമാണ് ഉണ്ടായത്. വലിയ പരുക്കാണ് ഏറ്റത്. 2014 ഫെബ്രുവരിയിൽ പിന്നെ ഈ ലോക്പാൽ ബില്ലുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യം വന്നു. അതുമായി ബന്ധപ്പെടുത്തി AAP ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ഭരണത്തിൽ വന്നു. അതുപോലെ തന്നെ പിന്നെ ഈ AAPയെ തുടർച്ചയായി ഭരണത്തിൽ വന്നുവെങ്കിലും 2025-ൽ BJP AAPയെ പരാജയപ്പെടുത്തുന്നതാണ് നമ്മൾ കണ്ടത്. ഇതിനിടയിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിലും കിടന്നു എന്നുള്ളതാണ് വളരെ പ്രധാനം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട AAPയുടെ ഈ 2020-ലെയൊക്കെ തെരഞ്ഞെടുപ്പിന് പിന്നിൽ ശക്തമായി പ്രവർത്തിച്ചിരുന്ന അഭിജിത് ദീപ്കെ 20 മുതൽ 23 വരെ അദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിസ്റ്റിൻ്റെ ആ ടീമിൽ അംഗമായിരുന്നു. അതുകൊണ്ട് തന്നെ യുവാക്കളുടെ വോട്ടെന്ന് പറയുന്നത് അതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആകെ രജിസ്റ്റർ ചെയ്തതിൻ്റെ 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതിപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ രജിസ്റ്റർ വോട്ടർമാരുടെ എണ്ണം 97.97 കോടിയായിരുന്നു. 140 കോടി ഉണ്ടെങ്കിലും 97 കോടിയായിരുന്നു രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 18-നും 19 വയസ്സിനിടയ്ക്കുള്ള കന്യ വോട്ടർമാർ 1,85,00,000 വരും. ഇതിനു പുറമെ 20 മുതൽ 29 വയസ്സ് വരെയുള്ള യുവാക്കളുടെ എണ്ണം കൂടി എടുത്താൽ 19.74 കോടി വരും. അതായത് 21 കോടിക്ക് മുകളിൽ വരുന്ന യുവ വോട്ടർമാർ ഇപ്പോൾ രാജ്യത്തുണ്ട്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ആകെ യുവ വോട്ടർമാരിൽ ഏകദേശം 14.20 കോടി പേർ 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സമ്മതിദാവകാശം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രാജ്യത്ത് ഓരോ വർഷവും 2.15 കോടി മുതൽ 2.30 കോടി വരെ കുട്ടികൾ 18 വയസ്സ് പൂർത്തിയാക്കുന്ന പ്രായത്തിലേക്ക് എത്തുന്നുണ്ടെന്നതും വളരെ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വെച്ച് നോക്കുമ്പോൾ 2024 മെയ് മുതൽ 29 വരെയുള്ള 5 വർഷ കാലയളവിൽ 18 വയസ്സ് പൂർത്തിയാകുന്ന, അതായത് വരാൻ കിടക്കുന്ന 29 തെരഞ്ഞെടുപ്പിൽ 18 വയസ്സ് പൂർത്തിയാകുന്നവരുടെ എണ്ണം ഏതാണ്ട് 10 കോടി മുതൽ 11 കോടി വരെ വരും. അങ്ങനെ വരുമ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം കൂടി ഒരു 20 കോടിയോളം കുട്ടികളുടെ ഒരു പുതിയ വോട്ടർമാരെല്ലാം കൂടി ചേർത്ത് 23.5 അതായത് 23.5 കോടി കുട്ടികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ, യുവാക്കൾ രാജ്യത്തെ നിർണ്ണയിക്കാൻ പോവുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു സംഖ്യയാണ്. 100 കോടിയിൽ 23 കോടി എന്ന് പറഞ്ഞാൽ 23% വരും. അവർ നിർണായക ശക്തിയായാൽ ഇന്ത്യയിൽ വളരെ വലിയ പ്രശ്നങ്ങളാണുള്ളത് വരാൻ പോകുന്നത്. അങ്ങനെ ആ വരുന്ന ടീമിനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി ഒന്നിച്ച് നിർത്താൻ CJPക്ക് കഴിയുമോ? അഭിജിത് ദീപ്കെ എന്ന് പറയുന്ന 30 വയസ്സുകാരനായ ചെറുപ്പക്കാരന് ഇന്ത്യയിലെ 23 കോടി വരുന്ന ചെറുപ്പക്കാരെ ഒന്നിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. അങ്ങനെ പറയുമ്പോഴും മറ്റ് പാർട്ടികളിൽ വിശ്വസിക്കുന്ന യുവജന സംഘടനകളുണ്ട്, വിദ്യാർത്ഥി സംഘടനകളുണ്ട്.
അവരെല്ലാം ഇലക്ഷൻ വരുമ്പോൾ രാഷ്ട്രീയമായി വേർതിരിഞ്ഞു നിൽക്കുമോ അതോ ഈ ഒരു ചെറുപ്പക്കാരൻ്റെയും CJPയുടെ കീഴിൽ അവർ അണിനിരക്കുമോ എന്നത് ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന വളരെ കൗതുകമുള്ള രാഷ്ട്രീയ അജണ്ടയാണ്.